നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവരെ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വ്യാജ ലോഗിൻ ഉപയോഗിച്ച് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തുവെന്ന് കർണാടകയിലെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കി ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ. ആസൂത്രിത വോട്ടുകൊള്ള നടത്തുന്നത് ആരാണെന്ന് ജ്ഞാനേഷ് കുമാറിന് അറിയാമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇത് ഹൈഡ്രജൻ ബോംബ് അല്ലെന്ന് പറഞ്ഞായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകൾ ഒഴിവാക്കി. സ്വന്തം അമ്മാവിന്റെ വോട്ട് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തിയതോടെ യാദൃച്ഛികമായാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ രാഹുൽ വോട്ട് നഷ്ടപ്പെട്ടവരെ വേദിയിലെത്തിക്കുകയും ചെയ്തു. പ്രതിപക്ഷ വോട്ടർമാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദശലക്ഷക്കണക്കിന് പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം നീക്കം ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ദളിതർ, ഗോത്രവിഭാഗത്തിൽപ്പെടുന്നവർ, ന്യൂനപക്ഷങ്ങൾ, OBC തുടങ്ങി പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം തന്നെ ഒഴിവാക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു.